أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. മന്ന സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഉസാമ ഖയ്യാത്ത് ചർച്ചക്കെടുത്ത വിഷയവും വിശുദ്ധ മസ്ജിദുൽ നബവിയിൽ മദീനത്ത് ഡോക്ടർ അഹമ്മദ് താലിബ് ഇബ്നു ഹുമയ്യിദ് ചർച്ചക്കെടുത്ത വിഷയവും തുല്യതയുള്ളതാണ്. കാരണം വിശുദ്ധ റമദാൻ നാം അതിൻ്റെ വാതിൽക്കലിലായതുകൊണ്ട് രണ്ടുപേരും ചർച്ച ചെയ്ത വിഷയം റമദാനിനെ കുറിച്ചാണ്. ആദ്യമായി മക്കയിലുള്ളതായ മിമ്പറിൻ്റെ മീതെ കേൾക്കാൻ സാധിച്ചതായ ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ഈ വിശുദ്ധ റമദാനിൽ ഖുർആനിനെ ഇറക്കലിലൂടെയും ആ റമദാനിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ദൂതരായി നിയോഗിക്കലിലൂടെയും ലോകത്തിന് മഹാപാഠവും മഹാപഠനാർഹമായ ഭാഗങ്ങൾ ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ചിന്തിക്കുന്നവർക്ക് ധാരാളം അതിൽ പാഠമുണ്ട് താനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ നിയോഗിച്ചത് ദൂതരായിട്ട് നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ റമദാനിലാണ്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് വിശുദ്ധ ഫുർഖാൻ അളീമിനെ ഇറക്കിയതും വിശുദ്ധ റമദാനിൽ തന്നെയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നമുക്ക് അല്ലാഹു ഖുർആനിലൂടെ നബിയെക്കുറിച്ച് പഠിപ്പിച്ചതുപോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കതീറ. അല്ലാഹുവിൻ്റെ ദൂതരിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്നാണ്, മെച്ചപ്പെട്ട മാതൃകയുണ്ട് എന്നാണ് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത്. ആ മാതൃക റസൂലുള്ളാഹിയിലൂടെ നമുക്ക് വിശുദ്ധ റമദാനിൽ കാണിച്ചു തന്ന ആ രൂപവും ശൈലിയുമാണ് ഇന്ന് മക്ക ഇമാമ് എണ്ണിപ്പറഞ്ഞിരുന്നത്. ധാരാളമുണ്ടെങ്കിലും വളരെ ഷോർട്ടാക്കി നിർബന്ധമായ ഭാഗങ്ങൾ മാത്രമാണ് അദ്ദേഹം എണ്ണിപ്പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും ഉമ്മത്തും ആയുള്ള ബന്ധം, അപ്രകാരം തന്നെ വിശുദ്ധ ഫുർഖാനുൽ അദീമും ആ ഫുർഖാനുൽ അദീം ഇറക്കപ്പെട്ട ഉമ്മത്ത് മുഹമ്മദുമായുള്ള ആ റമദാനിലുള്ള ബന്ധവും ആ ഖുർആനിനോടുള്ള ബന്ധവും, ഇതെല്ലാം യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നവർക്ക് പാഠം നൽകുന്ന രൂപത്തിലുള്ളതായ പഠനാർഹമായ ഒരു മഹാമദ്രസയാണ് അടുത്ത ആഴ്ചയിലൂടെ തുറക്കപ്പെടുന്നത്. കൊല്ലം പ്രതി നമുക്കറിയാവുന്നതുപോലെ ഈ വിശുദ്ധ മാസം സമാഗതമാകുമ്പോൾ, അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാനുൽ അദീമിൽ പറയുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. നിങ്ങൾക്ക് റസൂൽ എന്താണ് മുമ്പിൽ കാഴ്ചവെക്കുന്നത് അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. എന്തെല്ലാമാണ് കൊണ്ടുവരുന്നത് അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. അത് വിശുദ്ധ ഫുർഖാനുൽ അദീമാകുന്ന ആ അള്ളാഹുവിൻ്റെ ലോകാത്ഭുത ഗ്രന്ഥത്തെയാവട്ടെ, അതിൻ്റെ വിശദാംശമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ പ്രവചനങ്ങളാവട്ടെ, എന്തെല്ലാം വിധികൾ, എന്തെല്ലാം നിയമങ്ങൾ, എന്തെല്ലാം വിലക്കുകൾ, അതെല്ലാം അള്ളാഹുവിൻ്റെ റസൂല് നമ്മളിലേക്ക് സമർപ്പിക്കുന്ന എന്ന് അള്ളാഹു പറഞ്ഞതായ ആ ഇനത്തിൽ പെടുന്നതാണ്. അതിൽ നിന്നിട്ട് ഒഴിവാകുന്നതല്ല, ഒഴിവാക്കാൻ പാടുള്ളതുമല്ല, ഒഴിവാക്കിയവർ മുർത്തദ്ദുകളുമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ നിയോഗിച്ചത് ആ റസൂലിനെ പിൻപറ്റാൻ വേണ്ടിയാണ്, ആ റസൂൽ കൊണ്ടുവന്നതിനെ അംഗീകരിക്കാൻ വേണ്ടിയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലത്തിലൂടെ എന്തെല്ലാമാണ് ഈ മതത്തിന്റെ പേരിൽ, ഈ മതത്തിനെ നിലനിർത്താനും സ്ഥാപിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി പറഞ്ഞതും പ്രചരിപ്പിച്ചതും പറഞ്ഞതും വിശദീകരിച്ചതും, അതെല്ലാം ആ ഇനത്തിൽപ്പെടും. ഏതിനത്തിൽ? അള്ളാഹുവിന്റെ റസൂല് നിങ്ങളിലേക്ക് കൊണ്ടുവന്ന എന്ന് അള്ളാഹു പറഞ്ഞതായ ആ ഇനത്തിൽപ്പെടും. ഒമാ അതാകുമുർ റസൂലു, റസൂല് നിങ്ങളിൽ കൊണ്ടുവന്നതിനെ ഫഖുദൂഹു, അതിനെ നിങ്ങൾ പിടിക്കുക, അതിനെ നിങ്ങൾ പ്രാവർത്തികമാക്കുക. ഒമാ നഹാകും അൻഹു ഫൻതഹു, നിങ്ങളോട് റസൂൽ എന്ത് വിരോധിക്കുന്നു അതിനെ നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന.
അപ്പോൾ ഈ വിശുദ്ധ റമദാൻ സമാഗതമാകുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം എങ്ങനെയായിരുന്നു റമദാനിലൂടെ എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. മറ്റു എല്ലാ മാസങ്ങളിലും അള്ളാഹുവിന്റെ റസൂല് ഏത് രൂപത്തിലാണ് അവരുടെ ജീവിതം കുറിച്ചത്, ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ നിയമത്തെ, ഈ വിശുദ്ധ നിയമാവലിയെ, ഈ വിശുദ്ധ ദീനിനെ നടപ്പാക്കുന്ന കാര്യത്തിൽ എന്നതുപോലെ റമദാനിനെയും റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നാം തുറിച്ചു കാണുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ റമദാനുള്ള ജീവിതം മറ്റു മാസങ്ങളെപ്പോലെയല്ലായിരുന്നു, വ്യത്യസ്ത ജീവിതമായിരുന്നു. അതിൽ പകൽ നോമ്പ് പിടിക്കുകയും രാത്രി ഹയാത്താക്കി നമസ്കരിക്കുകയും ഖുർആൻ കൂടുതലായി പാരായണം ചെയ്യുകയും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ദൈനംദിനം ഇറങ്ങി വരികയും ദൈനംദിനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖുർആൻ അവരുടെ മീതെ ഓതിക്കേൾപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. പരസ്പര മുറാജയും അതുപോലെ തന്നെ മുദാക്കറയും റസൂലുമായി നടത്തിക്കൊണ്ടേയിരുന്നു എന്നത് നമുക്ക് സ്ഥിരീകരിക്കപ്പെട്ടതായ ഹദീസുകളിലൂടെ പലപ്പോഴും കേട്ട് പരിചയമുള്ളതായ ഭാഗമാണ്. അതെ, അപ്പോൾ ആദ്യമായിട്ട് ഈ വിശുദ്ധ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഞാൻ നിങ്ങളെ കളിപ്പിച്ചതായ ആയത്തിൽ പറഞ്ഞതുപോലെ കുതിബ അലൈക്കുമുസ് സിയാമു, സിയാമിനെ നിങ്ങളിലേക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരായ ഉമ്മത്തുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ. അത് നമ്മെ സമാധാനിപ്പിക്കുന്ന ഒരു ശൈലിയാണ് അള്ളാഹുവിന്റെ. കാരണം ഇത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, നിങ്ങളെ മാത്രം ഞാൻ നിർബന്ധിപ്പിക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്നെ കൊണ്ട് വിശ്വസിച്ച ആരെല്ലാം ഇവിടെ വന്നു പോയിട്ടുണ്ടോ അവർക്കെല്ലാം നബിമാരാ ആവട്ടെ, അവരുടെ ഉമ്മമുകളാവട്ടെ, അവർക്കെല്ലാം നിർബന്ധമായിരുന്നു ഈ സിയാമാകുന്ന നിർബന്ധമായ ആ വ്രതം അനുഷ്ഠിക്കുക എന്ന ബാധ്യത. അത് ഓരോ ഉമ്മത്തുകൾക്കും ശൈലികൾ വ്യത്യാസമുണ്ടായിരിക്കും, രൂപങ്ങൾ വ്യത്യാസമുണ്ടായിരിക്കും. നമുക്ക് അള്ളാഹു കൽപ്പിച്ച രൂപമാണ് നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു ഖുർആനിലൂടെ വിവരിച്ചതായ ഭാഗം. നമ്മുടെ തിരുദൂതരായ, നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ച് കാണിച്ചു തന്നതായ രൂപം. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് രണ്ടാമത്തെ വർഷം നബി മദീനയിലേക്ക് ഹിജ്റ വന്ന രണ്ടാമത്തെ വർഷമായിരുന്നു റമദാൻ നിർബന്ധമാക്കപ്പെട്ടിരുന്നത്. അതുമുതൽ 9 വർഷം തുടർച്ചയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിച്ചിട്ട് നമുക്ക് കാണിക്കുകയും ചെയ്തു. ആ നോമ്പ് പിടിച്ച രൂപങ്ങൾ എല്ലാ അമാലുകളെ, റസൂലിന്റെ സർവ്വ പ്രവർത്തനങ്ങളെ, യുദ്ധമാവട്ടെ, പോരാട്ടങ്ങളാവട്ടെ, മത്സരങ്ങളാവട്ടെ, ജനങ്ങളോടുള്ള പെരുമാറ്റങ്ങളാവട്ടെ, അഖ്ലാഖുകളാവട്ടെ, നമസ്കാര ശൈലിയാവട്ടെ, എന്തെല്ലാം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിപ്പിക്കേണ്ട ശൈലിയുണ്ടോ അവകളെയെല്ലാം ആ റസൂലുള്ളാഹിയുടെ പരിസരത്തിൽ ജീവിച്ചതായ ആ അനുചരന്മാരായ നമ്മുടെ നേതാക്കളായ മുമ്പന്മാരായ ആ സഹാബാക്കൾ കുറിച്ചതുപോലെ റമദാനെ കുറിച്ചും ആ സഹാബാക്കൾ കുറിച്ചു പോയിട്ടുണ്ട്, വിവരിച്ചു പോയിട്ടുണ്ട്, വിശദീകരിച്ചു പോയിട്ടുണ്ട്. ഈ മതത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഒരു വിഭാഗമാണ് അവരെന്നത് നമുക്കറിയാം. എന്നതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു ഈ റമദാനെ സ്വീകരിച്ചത് എന്നതും ആ പ്രസന്നതയോട് കൂടിയുള്ളതായ, ആഹ്ലാദത്തോടു കൂടിയുള്ളതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ റമദാനിനെ സ്വീകരിച്ച ശൈലിയും, ആ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുലേക്ക് മടങ്ങാനും ഇസ്തിഗ്ഫാർ ചെയ്യുവാനും അള്ളാഹുലേക്ക് തൗബ ചെയ്യുവാനും അതിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളതായ പക്വതയും പാകതയും ഉള്ളവരാക്കി നമ്മെ മാറ്റാൻ വേണ്ടിയുള്ളതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശിക്ഷണമെല്ലാം ആ ഇനത്തിൽ പെടുന്നതാണ്. ഈ വിശുദ്ധ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഞാൻ ഈ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്, മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞതിന് ശേഷം ആദ്യ കാലഘട്ടത്തിൽ മക്ക ഇമാമ് പറയുന്നത് പോലെ റമദാനിൽ നോമ്പ് പിടിക്കുക എന്നതിനെ കുറിച്ച് അത് ഘട്ടങ്ങളായിട്ടാണ് എന്ന് ഇമാമ് വിവരിക്കുകയുണ്ടായി. ഘട്ടങ്ങളായിട്ടെന്ന് പറഞ്ഞാൽ കഴിവുള്ളവർക്ക് ചെയ്താൽ മതി, അല്ലാത്തവർക്ക്, കഴിവില്ലാത്തവരാണെങ്കിൽ അവർക്ക് പകരം ഭക്ഷണം നൽകിയാൽ മതി എന്ന രൂപത്തിലായിരുന്നു. അങ്ങനെയല്ല, അവസാനമായിട്ട് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ആയത്തിലൂടെ നിങ്ങൾക്ക് ഖുർആൻ ഇറക്കപ്പെട്ടതായ ഈ മാസത്തിൽ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, ആ മാസത്തിൽ ഒരാൾ ഇവിടെ സന്നദ്ധരാണെങ്കിൽ, നാട്ടിലാണെങ്കിൽ, യാത്രയിലല്ലെങ്കിൽ അവൻ നോമ്പ് നിർബന്ധമായി നോമ്പ് ആ മാസം എന്നല്ലാതെ അല്പ ദിവസങ്ങളല്ല, ആ മാസം മുഴുവനായി നോമ്പ് പിടിക്കട്ടെ എന്ന് അള്ളാഹു തന്നെ വിശുദ്ധ ഫുർഖാൻ അദീമിൽ വ്യക്തമായ പ്രകടമായ അറബി ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹു വിവരിച്ചതായിട്ട് കാണാം. ആ രൂപത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നടപ്പാക്കി തന്നത്. അത് നിലാവ് കണ്ടേട മുതൽ, അഥവാ റമദാൻ മാസത്തിനുള്ള നിലാവ് കണ്ടേട മുതൽ അവിടം മുതൽ റസൂലുള്ളാഹിയുടെ ആ കൽപ്പനകളും ആ നിയമാവലികളും ആ മാസത്തെ മാത്രം
ബാധിക്കുന്നതായ കാര്യങ്ങളും കൃത്യമായിട്ട് സഹാബാക്കൾ കാണുകയും കേൾക്കുകയും അതങ്ങനെ തന്നെ പകർത്തുകയും അതങ്ങനെ തന്നെ നമുക്ക് വിവരിച്ചു തരുകയും അതിനെ സംരക്ഷിച്ച് സൂക്ഷിച്ച് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഏറ്റെടുത്തതുപോലെ നമ്മുടെ മുമ്പിലേക്ക് എത്തുകയും ചെയ്തു. ഖുർആനിന്റെ വിശദാംശം എന്ന രൂപത്തിൽ ആ റസൂലുള്ളാഹിയുടെ പ്രവചനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക്, റസൂൽ നോമ്പ് നോറ്റ രൂപങ്ങൾ എങ്ങനെയാണ്, അതിനുവേണ്ടി രാത്രി നോമ്പ് നോക്കാൻ വേണ്ടിയുള്ളതായ ആ നിയ്യത്തുണ്ടാവണമെന്നതും പൊതുവെ എല്ലാ അമാലുകൾക്കും ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കൂടി എല്ലാ അമലുകളും നിയ്യത്തിൽ കൂടിയാണ്. അതിനുള്ള ഒരുക്കങ്ങളും അതിനുള്ള ആ കരുത്തുകളും അതിനുള്ള തയ്യാറെടുപ്പും ആ ഹൃദയത്തിൽ നിന്നിട്ട് ഉടലെടുക്കലാണ്. അങ്ങനെ ഉടലെടുക്കുന്നതായ ആ നിയ്യത്ത് അത് എല്ലാ രാത്രിയിലും ഒരാൾ രാത്രി തന്നെ റമളാൻ മാസത്തിനുള്ളതായ നോമ്പിനുള്ളതായ നിയ്യത്ത് അവന്റെ ഹൃദയത്തിൽ വിട്ടുകടന്നിട്ടില്ലെങ്കിൽ അവന് നോമ്പില്ല എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ രാത്രി തന്നെ നോമ്പിനുള്ളതായ ഒരുക്കം നമ്മളിൽ ഉണ്ടാവേണ്ടതാണ്. കരുത്ത്, നിയ്യത്ത് തൊള്ളകൊണ്ട് നാം പറഞ്ഞോളണമെന്നില്ല. ആ നാളെ ഞാൻ അള്ളാഹുവിന് വേണ്ടി നോമ്പ് പിടിക്കുമെന്ന ആ കരുത്ത് നമ്മളിൽ കൂടി വിട്ടുകടന്നാൽ മതി. ആ ഉറപ്പ്, തീരുമാനം വിട്ടുകടന്നാൽ മതി. അതാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നബിയുടെ ചര്യയിൽ നാം കണ്ടതാണ്. റസൂലുള്ളാഹിയുടെ വാക്ക് നമുക്കത് അതിൽ പാഠമുണ്ട്. ലാ യതഖദ്ദമന്ന അഹദുക്കും റമളാന ബിസൗമി യൗമിൻ ഔ യൗമൈൻ. റമളാൻ ആസന്നമാകുന്നതിന് മുമ്പ് ഒരു ദിവസമോ 2 ദിവസമോ ഒരാള്, ചിലരൊക്കെ പണ്ട് കാട്ടാറുള്ളത് പോലെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് റമളാൻ കിട്ടാതെ വന്നു പോകണ്ട എന്ന്, നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് പേടിച്ചിട്ട് നോക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. റസൂൽ വിരോധിക്കുകയാണ്. റമളാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്നിട്ട് ആരും തന്നെ 1 or 2 ദിവസം മുമ്പ് നോമ്പ് പിടിക്കരുത്. ആരൊഴിച്ച് ഇല്ല അയ്യക്കൂന റജുൽ കാന യസൂമു സൗമഹു ഫല്യസും. ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, അദ്ദേഹം സാധാരണ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ റസൂൽ വിരോധിച്ചതായ ആ റമളാൻ ആസന്നമാകുന്നതിന് മുമ്പുള്ള 1 or 2 ദിവസം മുമ്പുള്ള ദിവസങ്ങൾ വ്യാഴമായിട്ടോ തിങ്കളായിട്ടോ വരികയാണെങ്കിൽ, സ്ഥിരമായി അത് നോമ്പ് പിടിച്ച് പരിചയമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വിരോധവുമില്ല എന്ന് റസൂലുള്ളാഹി വിവരിച്ച കാര്യം ഇവിടെ സ്മരണീയമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിക്കാറുണ്ടായിരുന്നു. അത്താഴത്തെ ഒരു പ്രത്യേക രാത്രി ഭക്ഷണമായിട്ട്, നല്ല കൊഴുപ്പുണ്ടാക്കാൻ, ശരീരത്തിന് പുഷ്ടി ഉണ്ടാക്കാൻ, ശരീരത്തിന് സഹായകമായി മാറാൻ, നോമ്പ് പിടിക്കാൻ ഉള്ളതായ ഒരു ഭക്ഷണമായിട്ടാണ് റസൂലുള്ളാഹി അതിനെ ഗണിച്ചത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ശൈലി കാണാം. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കുക, അതിൽ പവിത്രതയുണ്ട്, ബർക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ആ അത്താഴത്തിനെ നാം പിന്തിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന വരികയുണ്ടായി. അപ്പോൾ നിയ്യത്ത് വെക്കണമെന്നതും അത്താഴം കഴിക്കണമെന്നതും, അത്താഴം കഴിക്കുമ്പോൾ അവസാനമായി അഥവാ ബാങ്കിന് അല്പം അല്ലാഹ് പറഞ്ഞതുപോലെ അൽ ആന ബാശിറുഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും എന്ന അല്ലാഹു നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് വിരോധിക്കപ്പെട്ടത് അനുവദിക്കപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഫകുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ. ഫജ്ർ സാദിഖാവുന്ന സന്ദർഭം വരേക്കും നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കാമെന്ന ആ കൽപ്പനയിൽ നിന്നിട്ടും നമുക്ക് എവിടം മുതൽ ആരംഭിക്കണം, എവിടം വരെയാണ് നോമ്പ് പിടിക്കേണ്ടത്, എവിടെ മുതലാണ് അവസാനിപ്പിക്കേണ്ടത് എന്നതൊക്കെ കൃത്യമായിട്ട് ഖുർആൻ തന്നെ പഠിപ്പിച്ച ശൈലിയും ഇവിടെ സ്മരണീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതത്തിൽ യുഅജ്ജിലുൽ ഫിത്ര, അവർ നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് നോമ്പ് മുറിക്കാറുണ്ടായിരുന്നു. അതിനെ പിന്തിപ്പിക്കാറുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, റസൂല് നോമ്പ് മുറിക്കേണ്ട സന്ദർഭം വന്നു കഴിഞ്ഞാൽ അഥവാ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നോമ്പ് മുറിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. ലാ യസാലുൻ നാസു ബിഖൈർ മാ അജ്ജലൽ ഫിത്ർ. ജനങ്ങൾ നന്മയിൽ തന്നെയാണ് അവര് നോമ്പ് മുറിക്കുന്നതിനെ ധൃതി കൂട്ടുന്ന കാലത്തോളം. അപ്പോൾ ധൃതി കൂട്ടുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്നിട്ട് ആവശ്യപ്പെട്ടതായ ഒരു ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസത്തിൽ നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ മഗ്രിബ് സമയമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നതിന് മുമ്പായിട്ട് നോമ്പ് മുറിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നാം കണ്ടതായ മറ്റൊരു സുന്നത്തായ ശൈലിയാണ് റുതബ് ഉണ്ടെങ്കിൽ, റുതബ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പനകളിൽ പുതുതായിട്ട് പച്ചയുള്ളതായ, ഇവിടെ ലഭിക്കുന്ന മദീനയിലും മക്കയിലും അറബ് രാഷ്ട്രത്തിലൊക്കെ ലഭിക്കുന്നതായ അങ്ങനെയുള്ള റുതബ് ലഭിക്കുകയാണെങ്കിൽ
ലഭിക്കുകയാണെങ്കിൽ അതാണ് ഉത്തമമായ രീതി. അത് ലഭിക്കുന്നില്ലെങ്കിൽ കാരയ്ക്കയാണെങ്കിൽ കാരേക്ക, ഇത് രണ്ടും ലഭിക്കുന്നില്ലെങ്കിൽ വെള്ളം കൊണ്ടാണ് നോമ്പ് മുറിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ശൈലിയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ പ്രത്യേകതയെ ഈ മാസത്തിൽ എണ്ണി പറയാറുണ്ടായിരുന്നു. ഇന്ന ലിസ്സായിമി ഇൻദ ഫിത്രിഹി ദഅവത്തുൻ ലാ തുറദ്. ഒരു നോമ്പുകാരന് അവൻ നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ തള്ളപ്പെടാത്തതായ പ്രാർത്ഥനയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരവസരത്തിൽ റസൂൽ പറഞ്ഞ മറ്റൊരു രൂപമുണ്ട്, സലാസു ദഅവാത്തിൻ ലാ തുറദ്. 3 പ്രാർത്ഥനയെ അല്ലാഹു തള്ളിക്കളയുന്നതല്ല. ദഅവത്തുൽ വാലിദി ലിവലദിഹി, വാപ്പ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. വദഅവത്തുസ് സായിമി, അതുപോലെ തന്നെ നോമ്പുകാരൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. വദഅവത്തുൽ മുസാഫിർ, അല്ലാഹു അനുവദിച്ച രൂപത്തിലുള്ളതായ ഹലാലായ യാത്ര പോകുന്നവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഇതൊക്കെ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളതായ പ്രാർത്ഥനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ദഹബല്ലമഉ വബതുല്ലത്തുൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്നതായ വാക്ക്. അഥവാ ഇതുവരെ ഞാൻ ദാഹിച്ച് വിഷമിച്ച് കിടക്കുകയായിരുന്നു, കഴിച്ചു കൂട്ടുകയായിരുന്നു, ഇപ്പോൾ എന്റെ ദാഹം തീർന്നു, എന്റെ ഉറൂഖുകളൊക്കെ ഞരമ്പുകളൊക്കെ നനവുള്ളതായി മാറി, എനിക്ക് പ്രതിഫലവും അള്ളാഹു ഉദ്ദേശിച്ചാൽ ലഭിക്കുകയും ചെയ്തു, സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതെ, അതുപോലെ തന്നെ ആരാധനകളുടെ എല്ലാ ഇനങ്ങൾ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ആരാധനകളിൽ ആത്മാർത്ഥത പുലർത്തുകയും ആരാധന ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ വേണ്ടി പാടുപെടുകയും പ്രത്യേകിച്ച് നമസ്കാരം കൃത്യമായിട്ട് അതാതിന്റെ സമയത്ത് തന്നെ റമളാൻ മാസത്തിൽ മറ്റു മാസങ്ങൾ പോലെ തന്നെ കൃത്യമായി നമസ്കരിക്കാൻ വേണ്ടി പാടുപെടേണ്ടതും അതുപോലെ തന്നെ ധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതും ഇഹ്സാന് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന കാര്യങ്ങളിൽ നാം മുൻപന്തിയിലുണ്ടാവേണ്ടതുമാണ് ഈ മാസത്തിൽ പ്രത്യേകിച്ച്. അങ്ങനെയുള്ള സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് ഖിറാഅത്തുൽ ഖുർആൻ. നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ മാസത്തിലാണ്, റമളാൻ മാസത്തിൽ ആണ് ഖുർആൻ ഇറങ്ങിയത് എന്നതുകൊണ്ട് തന്നെ, ഖുർആന്റെ ഇറക്കം ആരംഭിച്ചത് ഈ മാസത്തിലാണ് എന്നതുകൊണ്ട് തന്നെ ആ ഖുർആനുമായുള്ള ബന്ധം അത് എന്തിലൂടെയാണ്? ആ ഖുർആനിനെ നാം ജീവിതത്തിൽ പകർത്തുക എന്നതുപോലെ തന്നെ ആ ഖുർആനിനെ നാം പാരായണം ചെയ്യൽ കൂടിയാണ് എന്നതുകൂടി ഇവിടെ നമുക്ക് മക്ക ഇമാം ഓർമ്മിപ്പിച്ചതായ ഭാഗങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ ചെയ്യുന്നതിൽ, ജനങ്ങൾക്ക് ഖൈർ എല്ലാ അതിന്റെ വിശാലമായ അർത്ഥത്തിലൂടെ ചെയ്യുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ധർമ്മത്തിന്റെ ഉടമയായിരുന്നു. പ്രത്യേകിച്ച് റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം അവരുമായിട്ട് ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ രാത്രിയിലും അവരുമായി കണ്ടുകൊണ്ടേയിരിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം അവരുമായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഒന്നിച്ചിരിക്കുകയും ചെയ്യും. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നും പോയിക്കൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധർമ്മത്തിൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെയായിരുന്നു എന്ന് ഹദീസിന്റെ ശൈലിയിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഈ മാസത്തിന്റെ പ്രത്യേകതകൾ നട്ട് ചിലതിനെ ഇന്ന് മക്ക ഇമാമ് ഊന്നിപ്പറഞ്ഞതും എണ്ണിപ്പറഞ്ഞതും അതിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിച്ചതും ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറക്കപ്പെട്ട റമളാനിൽ ഇറക്കപ്പെട്ട ഖുർആനിനോടും അതുപോലെ തന്നെ ആ ഖുർആൻ ഇറക്കപ്പെട്ടതായ ആ മാസമാകുന്ന റമളാനിലുള്ളതായ ആ വിശുദ്ധ വൃദ്ധത്തോടും എല്ലാം ഉള്ളതായ ബന്ധത്തെക്കുറിച്ച് വളരെ വിശദമായ രൂപത്തിലും വളരെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് നമ്പറിട്ടുകൊണ്ട് മക്ക ഇമാമ് പറഞ്ഞതായ ശൈലി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗമാണ്. അടുത്ത ഒരാഴ്ച കഴിഞ്ഞാൽ നാം അത് പകർത്താൻ വേണ്ടി പാടുപെടാൻ, നാം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ അറിവില്ലാത്തവര് ഓർമ്മയിൽ പെടുത്താൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും മുദാക്കറ നടത്താൻ വേണ്ടിയും അതിന് തയ്യാറെടുക്കാൻ വേണ്ടിയും ഒരുങ്ങുക. അത് ആഹ്ലാദത്തോടു കൂടി ഹൃദയത്തിലുള്ള ആ സമാധാനവും ശാന്തിയും ആഹ്ലാദവും നമ്മുടെ ഹൃദയത്തിൽ നിന്നിട്ട് തഖ്വയിലൂടെ ഉടലെടുക്കാൻ വേണ്ടിയുമാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടിയാണ് എന്നാണ് അള്ളാഹുവിന്റെ ശൈലി ഖുർആനിലൂടെ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഭാഗമാണ് നാം റമളാൻ നോമ്പ് പിടിക്കുന്ന സന്ദർഭത്തിൽ റമളാൻ പകലിൽ പ്രത്യേകിച്ച്, രാത്രിയും പകലും പാടുള്ളതല്ല, പകലിൽ പ്രത്യേകിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രത്യേകിച്ച് ചീത്ത പറയുക നോമ്പ് പിടിച്ചിട്ട്, ആക്ഷേപിക്കുക നോമ്പ് പിടിച്ചിട്ട്, ഗീബത്ത് പറയുക നോമ്പ് പിടിച്ചിട്ട്, ജനങ്ങളുടെ കുറ്റവും കുറവും പറയുക, അതും ഇതും പേറി നടക്കുക, അതും ഇതും പറഞ്ഞ് നടക്കുക, അത് നമ്മുടെ നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന, നോമ്പിന്റെ പ്രതിഫലം നമ്മൾ നിന്നിട്ട് പറപ്പിച്ച് കളയുന്ന, നഷ്ടപ്പെടുത്തി കളയുന്നതായ ഒരു ഭാഗമാണ്. ഇദാ കാന യൗമു അഹദിക്കും ഫലാ യർഫുത് വലാ യസ്ഖത് ഫഇൻ സാബഹു അഹദുൻ ഔ ശാതമഹു ഫല്യഖുൽ ഇന്നി ഇംറുഉൻ സായിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു രൂപമാണത്. നിങ്ങൾ നിന്നിട്ട് ആരും തന്നെ നോമ്പായി കഴിഞ്ഞാൽ റഫത്ത് പാടില്ല, അഥവാ നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചതായ നിങ്ങളുടെ ഭാര്യമാരുമായുള്ള സമ്പർക്കം പാടുള്ളതല്ല. അപ്രകാരം തന്നെ നിങ്ങൾ പരസ്പരം കോപ്പിക്കാനോ ദേഷ്യപ്പെടാനോ ആക്ഷേപിക്കാനോ ചീത്ത
ചീത്ത പറയാനോ ശകാരിക്കാനോ ചൊടിക്കാനോ പാടുള്ളതല്ല. ഫൈൻസാബഹു അഹദുൻ ഔ ശാതമ, ആരെങ്കിലും ഒരാൾ മറ്റാളെ ചീത്ത പറയുകയോ ആക്ഷേപിക്കുകയോ ചെയ്താൽ, ചീത്ത പറയപ്പെടുന്ന വ്യക്തി ഒരാൾ മറ്റാളെ ചീത്ത പറയുമ്പോൾ ആ ചീത്ത കേൾക്കുന്ന വ്യക്തി എന്ത് വേണം? ഫല്യഖുൽ, അവന് പറയട്ടെ ചീത്ത പറയുന്ന ആളോട് എന്ത്? ഇന്നിംറഉൻ സായിം, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നിനക്ക് മറുപടി പറയാൻ സാധിക്കാത്തത് കൊണ്ടല്ല, എനിക്ക് അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ല, നിന്റെ നാവ് പോലെ എനിക്കും നാവുണ്ട്, പക്ഷേ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, ഈ വിശുദ്ധ മാസത്തിന്റെ പവിത്രതയെ ഞാൻ സംരക്ഷിക്കുന്നു, അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല, നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് സ്ഥലം വിടുക. അങ്ങനെയാണ് വേണ്ടത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ആ രൂപവും ഇവിടെ സ്മരണീയമാണ്. എന്നാൽ മദീന ഇമാമ് തുടങ്ങിയത് തന്നെ ഈ വിശുദ്ധ മൗസിമ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് നമ്മുടെ ദോഷങ്ങളിൽ നിന്നിട്ട് നമ്മെ മോചിപ്പിക്കാൻ വേണ്ടി, നാം ഈ വർഷത്തോട് വർഷം 11 മാസത്തിലൂടെ ചെയ്തു കൂട്ടിയതായ ധിക്കാരങ്ങളും തോന്നിവാസങ്ങളും അനാചാരങ്ങളും തെറ്റായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തതായ ഒരു മഹാ സീസണാണ്, മഹാമൗസിമാണ്. ഈ മൗസിം സൽക്കർമ്മങ്ങൾക്കുള്ള മൗസിമാണ്. ഈ മൗസിം എന്ന് പറഞ്ഞാൽ സീസൺ എന്നർത്ഥം. അതുകൊണ്ട് ഈ സീസണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് കൊണ്ട് അല്ലാഹുവിന് അങ്ങേയറ്റം നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തതായ ഈ അനുഗ്രഹം മക്ക ഇമാമ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അനുഗ്രഹത്തിന് നാം നന്ദി പ്രകടിപ്പിക്കേണ്ടത് അതെന്തിലൂടെയാണ്? ഈ മാസത്തെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കലൂടെയും ആദരിക്കേണ്ടതുപോലെ ആദരിക്കലിലൂടെയും അതിലൂടെ ചെയ്യേണ്ടതായ നിർബന്ധവും സുന്നത്തുമായ സർവ്വ അമലുകൾ ചെയ്യലിലൂടെയുമാണ് നാം അതിനെ ആദരിക്കേണ്ടത്. അതുപോലെ അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിക്കുകയും വേണം. അള്ളാഹുവേ, ഈ മാസം വരെ എന്നെ ജീവിപ്പിച്ചല്ലോ, എത്രയോ പേര് കഴിഞ്ഞ റമദാനിൽ നമ്മളോട് കൂടി നോമ്പ് പിടിച്ചവർ നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ലല്ലോ, ഇപ്പോൾ നമുക്ക് ഈ നോമ്പ് പിടിക്കാനുള്ള ചാൻസ് അള്ളാഹു നൽകിയല്ലോ എന്നതിന്റെ പേരിൽ നാം എന്നും അള്ളാഹുവിന് നന്ദിയുള്ളവരാവേണ്ടതാണ്. പ്രവർത്തനത്തിലൂടെ നന്ദി അള്ളാഹുവിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കേണ്ടതാണ്. ഈ നിർബന്ധമാക്കിയതായ ഈ നോമ്പിനെ നിറവേറ്റുക എന്നതോടൊപ്പം ആ നിർബന്ധമായതായ നോമ്പ് നിറവേറ്റുന്ന സന്ദർഭത്തിൽ സംതൃപ്തിയോടുകൂടിയായിരിക്കണം അത് നാം ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം 2 ഇമാമുകളും ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ മാസം അത് ക്ഷമയുടെ മാസമാണ്. അഹ്മദ് താലിബ് ഇബ്നു ഹമീദാണ് മദീനയിൽ ചർച്ച ചെയ്തത്, ഖുതുബ ഓതിയത്. അദ്ദേഹം പറയുന്ന ഭാഗങ്ങളിൽ പെട്ടതാണ് ഈ മാസം ക്ഷമയുടെ മാസമാണ്, ഈ മാസം ജിഹാദിന്റെ മാസമാണ്. അതെ, ശരീരത്തോട് നാം പോരാടുന്നു, ശത്രുക്കളോട് പോരാടുന്നു. ഏത് ശത്രു? നമ്മുടെ കൂടെയുള്ളതായ ഇന്നി ബുലീതു ബി അർബഇൻ മാ സുല്ലിതു ഇല്ലാ ലിഅജ്ലി ശഖാവതി വഅനാഇ എന്ന് ഞാൻ പലപ്പോഴും നിങ്ങളെ കേൾപ്പിച്ചതായ, നമുക്ക് നമ്മെ അല്ലാഹു പരിശോധിക്കാൻ വേണ്ടി നൽകിയതായ നമ്മുടെ ഹവ, നമ്മുടെ നഫ്സ്, നമ്മളിൽ കൂടെ തന്നെ കൂടപ്പുറപ്പായി ജീവിക്കുന്ന പിശാച്ച്, ഇതൊക്കെ എന്താണ്? ശത്രുക്കളാണ്. ആ ശത്രുക്കളോട് മുജാഹദ നടത്താൻ, ആ ശത്രുക്കളോട് മത്സരിച്ച് മല്ലിട്ട് സൽക്കർമ്മം ചെയ്ത് നോമ്പ് പിടിച്ച് വൃദ്ധമനുഷ്ഠിച്ച് നാവിനെ, കാതിനെ, കണ്ണിനെ, എല്ലാ അവയവത്തെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം അത് സമർപ്പിച്ചുകൊണ്ട് ജിഹാദ് ചെയ്യാൻ, അതാണ് യഥാർത്ഥത്തിലുള്ളതായ ആ മത്സരം ഞാൻ പറഞ്ഞത്. എന്തിനോടുള്ള ജിഹാദ്? എന്തിനോടുള്ളതായ മത്സരം? ഹവയോട്, ദേഹേച്ഛയോട്, ഹവൻ നഫ്സിനോട്, അതുപോലെ പിശാചിനോട് ഉള്ളതായ ആ മത്സരം നാം അതാ ഈ മാസത്തിലൂടെ ചെയ്യുന്നു. അതോടുകൂടി നമ്മളിൽ ഉണ്ടായിരുന്നതായ കറകൾ, ഉണ്ടായിരുന്നതായ ദോഷങ്ങൾ, ഉണ്ടായിരുന്നതായ പാപങ്ങൾ ശുദ്ധീകരിക്കാൻ അതിലൂടെ സാധിക്കുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ഈ മാസത്തിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവരായ അവശരായ ജനങ്ങളുമായി അവർ കൊല്ലത്തോട് കൊല്ലം പട്ടിണി കിടക്കുന്നതായ പട്ടിണിയുടെ ശൈലി എന്താണെന്ന് മനസ്സിലാക്കി അവരോട് മുആസാത്ത് നടത്താനുള്ളതായ ഒരു ചാൻസ് നമുക്കുണ്ടാക്കി തരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിലൂടെ. അവർ എങ്ങനെയാണ് പട്ടിണി കിടക്കുന്നത്, എങ്ങനെയാണ് വെള്ളം കിട്ടാതിരിക്കുന്ന സന്ദർഭത്തിൽ അവർ ദഹിച്ച് വലയുന്നത് എന്നതൊക്കെ മനസ്സിലാക്കാൻ റമദാൻ മാസം പകൽ നമുക്ക് സാധിക്കുന്നു. അതോടുകൂടി അവരോട് കിർഫയുണ്ടാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവർക്ക് നൽകേണ്ടതായ സഹകരണങ്ങൾ, സഹായങ്ങൾ, ഇഹ്സാനുകൾ, നന്മകൾ, സദഖകൾ, ധർമ്മങ്ങൾ, നിർബന്ധമായ സക്കാത്ത് ഉണ്ടെങ്കിൽ അവകൾ എല്ലാം അവർക്ക് സമർപ്പിക്കാൻ നമ്മെ അത് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് റമദാൻ നൽകുന്നതായ മറ്റൊരു മഹാനേട്ടം. ഈ വിശുദ്ധ മതത്തിന്റെ അസലാണ്, അതിന്റെ അടിസ്ഥാന തത്വമാണ് എന്ത്? വിശുദ്ധ ഫുർഖാൻ അലീം എന്നതായ അള്ളാഹു ഇറക്കിയതായ ഖുർആൻ. അത് റമദാൻ മാസത്തിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്തത് അതിനെ ഇറക്കാൻ വേണ്ടി. എന്നതുകൊണ്ട് തന്നെ ആ ഖുർആനുമായുള്ള ബന്ധം ഉമ്മത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മുടെ പ്രബോധകന്മാർ, നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ എഴുത്തുകാർ, നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ പരിശ്രമിക്കേണ്ടതാണ്. എന്നിട്ട് ദീനിൽ നിന്നിട്ട് 11 മാസത്തിലൂടെ ദൂരപ്പെട്ട് ജീവിക്കുന്നതായ യുവാക്കളെയും യുവതികളെയും ജനങ്ങളെയും ഇസ്ലാമിലേക്ക്, ദീനിലേക്ക്, ഖുർആനിലേക്ക് റമദാനിലൂടെ മടക്കി കൊണ്ടുവരാനും വേണ്ടി
വേണ്ടി നാം പാടുപെടണം, കഷ്ടപ്പെടണം. അത് നമുക്ക് അതിന് സാധിക്കുന്നതായ ചുറ്റുപാടുകൾ, മേഖലകൾ അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിശാചിനെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അറസ്റ്റ് ചെയ്തതോടുകൂടി സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുകയും ചെയ്തു എന്നത് നമുക്ക് കേട്ട് പരിചയമുള്ളതായ ഭാഗമാണ്. എന്നതുകൊണ്ട് തന്നെ അതിനുള്ള പക്വതയും പാകതയും അള്ളാഹു ഉണ്ടാക്കി തന്നിട്ടുണ്ട്, കളമൊരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ബാധ്യത നിർവഹിക്കുന്നതിൽ നാം വീഴ്ച വരുത്താതിൽ ഇരുന്നാൽ മതി എന്നർത്ഥം. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായ അവശരുടെ കാര്യങ്ങൾ, കഴിവില്ലാത്തവരുടെ കാര്യങ്ങൾ കൃത്യമായി കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ചെയ്യേണ്ടതായ ധർമ്മങ്ങൾ ചെയ്യുക എന്നത് തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് അള്ളാഹു തീരുമാനിച്ച ബല ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് വല്ല ബലാവും വരാൻ തീരുമാനമുണ്ടെങ്കിൽ ആ ബലാകളെ റദ്ദ് ചെയ്യാൻ അഥവാ പരീക്ഷണങ്ങളെ ദൂരപ്പെടുത്താൻ അല്ലെങ്കിൽ ലഘൂകരിക്കപ്പെടാൻ ധർമ്മത്തിലൂടെ സാധിക്കുമെന്നാണ് നമുക്ക് നമ്മുടെ ദൂതരെ പഠിപ്പിച്ചത്. എന്ന് മാത്രമല്ല, ഈ ധർമ്മത്തിലൂടെ അള്ളാഹുവിന്റെ കോപങ്ങളെ അടക്കുവാനും നമുക്ക് സാധിക്കും. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് നമുക്ക് കനിവുണ്ടാകാനും ഉണ്ടാക്കിയെടുക്കാനും നാം ശിട്ടികളോട് കനിവ് കാട്ടുന്ന സന്ദർഭത്തിൽ സാധിക്കുന്നതാണ്. ഈ റമദാൻ മാസം യഥാർത്ഥത്തിൽ അത് മറ്റു മാസങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ മാസം നമുക്ക് നൽകുന്നത് യഥാർത്ഥത്തിൽ ഒരു താജാണ്, ഒരു പൊന്മുടി പോലെയാണ്, അല്ലെങ്കിൽ കിരീടം പോലെയാണ്. എന്തിനുള്ള ആ ഖുർആൻ പാരായണം ചെയ്യലിലൂടെ റമദാൻ മാസത്തിലൂടെ മറ്റു മാസങ്ങളുടെ നേതാവാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാറ്റി തന്നതായ ഒരു രാത്രി പകലുകളാണ്. ഈ രാത്രി പകലുകളെ അതിൽ ഇബാദത്ത് കൊണ്ട് നിറക്കുക, സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറക്കുക, അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാടുപെടുക. അങ്ങനെ പാടുപെടുന്ന സന്ദർഭത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ നിലക്കും കളമൊരുക്കി തന്നതുപോലെ തന്നെ ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. ആ രാത്രി ലൈലത്തുൽ ഖദ്ർ എന്നാണ് അതിന്റെ പേര്. അത് 83 കൊല്ലവും 4 മാസവും ഏകദേശം അമൽ ചെയ്താൽ കിട്ടാത്തതായ പ്രതിഫലം ആ രാത്രിയിൽ മാത്രം ചെയ്യുന്നതായ അമൽ കൊണ്ട് ലഭിക്കുമെന്നും അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന ആയത്തിലൂടെ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. അതെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ടാവണം വിശുദ്ധ റമദാൻ സമാഗതമാകുന്ന വേളയിൽ. അതുപോലെ തന്നെ ഈ റമദാൻ മാസപ്പെട്ട പകലിൽ മറ്റു മാസങ്ങളെപ്പോലെ ഒരു ചേഞ്ച് ഇല്ലാതെ, ഒരു വ്യത്യാസമില്ലാതെ അതിലും ലഹുവും ലഅബും, കളിയും അനാചാരങ്ങളും തോന്നിവാസങ്ങളും ഫിലിമുകളും അശ്ലീലങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടാത്തതായ ശബ്ദ കോലാഹലങ്ങളും കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുക എന്നത് അത് തീർച്ചയായിട്ടും അത് അള്ളാഹുവിന്റെ ആ വിശുദ്ധ മാസത്തിന്റെ മുമ്പിൽ കാട്ടുന്നതായ അക്രമമാണ്, അനീതിയാണ്, മത്സരബുദ്ധിയാണ്. അങ്ങനെ ചെയ്യുന്നവരെ നന്നാക്കിയെടുക്കുവാനും അവരെ ഉപദേശിക്കുവാനും അവരെ സന്മാർഗത്തിലേക്ക് മടക്കുവാനും ബാധ്യത നമ്മുടെ അഥവാ പ്രവർത്തകന്മാരുടെ, ദായികളുടെ, ഉത്തരവാദപ്പെട്ടവരുടെ, അപ്രകാരം തന്നെ മാതാപിതാക്കളുടെ എല്ലാവരുടെയും ചുമതലയിൽപ്പെട്ടതാണ്. അവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ യുവാക്കളും യുവതികളും മറ്റു മാസങ്ങളിൽ മൊബൈലുകളും അതുപോലെ ആധുനിക മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ടൈം വേസ്റ്റ് ആക്കുന്നത് പോലെ റമദാൻ മാസത്തിലുള്ളതായ ആ മഹാമാസത്തിൽ, ആ മഹാദിവസങ്ങൾ, ആ മഹാമണിക്കൂറുകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവർക്ക് പ്രേരണ നൽകേണ്ടതും അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകേണ്ടതും നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന് പ്രത്യേകം ഇന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. സ്ത്രീകൾ അവർക്ക് പുരുഷന്മാരെ പോലെ തന്നെ സൽക്കർമ്മം ചെയ്താൽ പ്രതിഫലം ഒരുപോലെ ലഭിക്കുന്നതാണ്. ഒരു വ്യത്യാസവുമില്ല. പള്ളിയിലേക്ക് പോകാൻ അവർക്ക് സാധിച്ചോളണമെന്നില്ല. പള്ളിയിൽ പോകൽ വിരോധിക്കപ്പെട്ടത് കൊണ്ടല്ല. പക്ഷെ അവര് റമദാൻ മാസമാകുമ്പോൾ ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി അവർ വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവരുടെ നമസ്കാരവും അവരുടെ തറാവീഹ് നമസ്കാരവും അവരുടെ ഖുർആൻ പാരായണം ചെയ്യലും അതുപോലെ തന്നെ അവരുടെ ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും അവരുടെ സലാത്തും എല്ലാം അവരുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ആകുമ്പോൾ അവരതും അവിടെയും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അവരുടെ ടൈം വേസ്റ്റ് ആക്കാതെ, വെറും ഭക്ഷണം പാകം ചെയ്യുന്നതിൽ മാത്രം ടൈം വേസ്റ്റ് ആക്കാതെ, അല്ലെങ്കിൽ സ്വറക്കലിലോ സംസാരിക്കലിലോ ടൈം വേസ്റ്റ് ആക്കാതെ അവർ ആ മാസത്തിലുള്ള ടൈമുകളെ, രാത്രി പകലുകളെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം സ്ത്രീകൾ പരിശ്രമിക്കണമെന്നതും, ത്രാവി അവര് പള്ളിയിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിലും പള്ളിയിൽ പോകാൻ സൗകര്യമില്ലെങ്കിലും അവർ വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ അവർക്ക് നല്ല പ്രതിഫലം ലഭിക്കുന്നതാണ്. അവർക്ക് പ്രതിഫലം ഒട്ടും കുറയുന്നതല്ല വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെ അവര് ത്രാവിഹി നമസ്കരിക്കുകയാണെങ്കിൽ അത് നീട്ടി വലിച്ചിട്ട് 11 റക്അത്തോ എത്രയാണ് നമസ്കരിക്കുന്നത്, ആ നമസ്കരിക്കുന്ന നമസ്കാരം ഖുർആൻ പാരായണം കൂടുതൽ പാരായണം ചെയ്തുകൊണ്ട്, ഖുർആൻ മനപ്പാടമില്ലാത്തവരാണെങ്കിൽ ആ ഖുർആന്റെ
കോപ്പി കയ്യിൽ പിടിച്ചുകൊണ്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ മൊബൈലിൽ കൂടി വായിച്ചിട്ടോ ഓതിയിട്ടോ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി പാടുപെടേണ്ടതാണ്. അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ പുരുഷന്മാരാകുമ്പോൾ ഇമാമ മുമ്പിലുണ്ടെങ്കിൽ ഹറമിലാവട്ടെ പള്ളിയിലാവട്ടെ എവിടെയാണെങ്കിലും ഇമാം മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഇമാമിന്റെ ഓത്തിനെ ശ്രദ്ധിച്ച് കേൾക്കലല്ലാതെ അവൻ മൊബൈൽ തുറന്നിട്ട് നോക്കലോ അല്ലെങ്കിൽ മുസ്ഹഫ് തുറന്നു വെച്ചിട്ട് നോക്കലോ അത് ഉചിതമല്ല, യോജിച്ചതുമല്ല, പാടുള്ളതും അല്ല. മറിച്ച് ഇതാ ഖുർആൻ ഫസ്തമിഉ ലഹു അൻസിതു, ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. എന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങളിൽ അദ്ദേഹം മശ്ഗൂലാവേണ്ടതല്ല, അഥവാ നമസ്കാരക്കാരൻ മശ്ഗൂലാവേണ്ടതല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ. എന്നാൽ ഈ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ ഏറ്റവും ഉത്തമമായ രീതി തൗബയിലൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മദീന ഇമാമിന്റെ പ്രസംഗത്തെ അദ്ദേഹം സമാപിക്കാൻ പോകുന്നത്. അപ്പോൾ നാം ഇവിടുന്ന് ഈ റമദാൻ വരുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ശുദ്ധീകരിക്കുക നമ്മുടെ ആത്മാവിനെ. എന്തിലൂടെ? പശ്ചാത്തലത്തിലൂടെ. ചെയ്തു പോയതായ സർവ്വ പാപങ്ങളിൽ നിന്നിട്ട് അള്ളാഹുവിനോട് മോചനത്തിന് വേണ്ടി ആവശ്യപ്പെടുക. വല്ലവർക്കും കൊടുക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടുകയും ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്നിട്ട് അവരോട് അനുവാദം ചോദിച്ച് പ്രീതിപ്പെടുത്തുക. എന്നിട്ട് അള്ളാഹുനോട് റബ്ബേ ചെയ്തു പോയ പാപങ്ങൾ ഈ റമദാൻ വരുന്നതിന് മുമ്പ് നീ എനിക്ക് മാഫി ചെയ്തു തരണമെന്ന് അള്ളാഹുനോട് പൊറുക്കൽ ചോദിക്കുകയും അള്ളാഹുനോട് കേണപേക്ഷിക്കുകയും അള്ളാഹുനോട് മാഫി ചോദിക്കുകയും ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു റമദാൻ വരെ എന്നെ ജീവിപ്പിച്ചല്ലോ എന്നതിന്റെ പേരിൽ അള്ളാഹുവിന് അങ്ങേയറ്റം ശുക്ർ ചെയ്യുകയും അള്ളാഹുവിന് അങ്ങേയറ്റം ഹംദ് ചെയ്യുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുക. സൽക്കർമ്മങ്ങളിൽ മുഴുകുവാനും വേണ്ടി മുസാബഖത്ത്, അതിൽ മത്സര ബുദ്ധിയോടുകൂടി മത്സരിച്ചുകൊണ്ട് എത്ര കണ്ട് നിസ്കരിക്കാൻ, എത്ര കണ്ട് ഖിയാമുൽ ലൈൽ നടത്താൻ, എത്ര കണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ, എത്ര കണ്ട് ധർമ്മം ചെയ്യാൻ, എത്ര കണ്ട് സഹകരണങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ, അതുപോലെ തന്നെ ചാർച്ചബന്ധങ്ങൾ പുലർത്താൻ, ഏതെല്ലാം നന്മകൾ ചെയ്യാൻ ഈ മാസത്തിൽ സാധിക്കുന്നുവോ അവകളെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ ഈ മാസത്തിലൂടെ, ഈ വരാൻ പോകുന്ന മാസത്തിലൂടെ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. അടുത്ത റമദാൻ വരെ ജീവിക്കാനുള്ള ചാൻസ് നമുക്ക് കിട്ടുമോ ഇല്ലേ എന്നത് ആർക്കും തന്നെ അറിയുകയില്ല. ഏതുപോലെ നമ്മളോട് കൂടി റമദാൻ കഴിഞ്ഞ കൊല്ലം കൊണ്ടാടിയവര് നമ്മളോട് വിട വാങ്ങിയതുപോലെ നാമും അടുത്ത കൊല്ലമാകുമ്പോൾ ഉണ്ടാകുമോ എന്ന് നമുക്കും ഉറപ്പില്ലാത്തത് കൊണ്ട് ഓരോരുത്തരും നമുക്ക് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നൽകിയതായ ഈ മാസത്തിനെ അത് ശരിക്കും ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മദീന ഇമാമും ഇന്ന് ഖുതുബയെ സൽക്കർമ്മങ്ങളിലൂടെ നിങ്ങൾ നിറക്കണം, അതിലൂടെ അതിനെ ഇമാറത്ത് നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സമാപിച്ചത്. അതുപോലെ ചെയ്യുവാൻ നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ച് അതിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതികരമാക്കുവാനും അന്നും പ്രസവിച്ച മക്കളെ പോലെ റമദാനോട് വിടവാങ്ങുന്ന സന്ദർഭത്തിൽ പാപമോചനായിട്ട് വിടവാങ്ങുവാനും റമദാൻ വരുന്ന സന്ദർഭത്തിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്യാതെ കുറ്റങ്ങളും തെറ്റുകളും പാപങ്ങളും നിറച്ചുകൊണ്ട് മറ്റു മാസങ്ങളെ പോലെ തന്നെ ഈ മാസത്തിനെയും കാട്ടുന്നതായ ധിക്കാര മനസ്ഥിതിയിൽ നിന്നിട്ട് രക്ഷപ്പെടുവാനും നമുക്കും നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കും മുസ്ലിം ലോകത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ. നാം ഇതുവരെ കേട്ടതിനെ ഒരു സൽക്കർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കട്ടെ. വിശുദ്ധ റമദാൻ വരേക്കും നമ്മെ പരിപൂർണ ആരോഗ്യത്തോടു കൂടി അതിനെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കവും തയ്യാറെടുപ്പുമുള്ളവരാക്കി അല്ലാഹു നമ്മെ മാറ്റുമാറാകട്ടെ എന്ന് നമുക്ക് അല്ലാഹുവോട് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീന വദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ വൻസുർനാ അൽ ഖൗമിൽ കാഫിരീൻ. രോഗമുള്ളവരെ രോഗത്തെ സുഖപ്പെടുത്തണേ റബ്ബേ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ക്ലാസ്സിലൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവർക്ക് അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും കൊടുക്കുകയും അവരിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കുകയും അപ്രകാരം തന്നെ എന്റെ ശബ്ദം കേൾക്കുന്നവർക്കെല്ലാം ഈ വിശുദ്ധ റമദാനിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതികരമാക്കാൻ തൗഫീഖ് നൽകുകയും ചെയ്യണേ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.